1963 62 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നവംബർ മാസം 22-ാം തീയതി ടെക്സസിലെ ഡാലസിൽ ഒരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു US പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായിരുന്ന ജോൺ എഫ് കെന്നഡി. വാഹനവ്യൂഹങ്ങളുടെ അകമ്പടിയോടെ മുകൾ ഭാഗം തുറന്ന ലീമോസീൻ കാറിലാണ് പ്രസിഡന്റിന്റെ സഞ്ചാരം. ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ജാക്വലിൻ കെന്നഡി ഒനാസിസും ഉണ്ടായിരുന്നു. ചുറ്റുമുള്ള ഹർഷാരവങ്ങൾ ഏറ്റുവാങ്ങി പുഞ്ചിരിച്ച് കൈവീശി എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്ന പ്രസിഡന്റിനെയും വഹിച്ച് കാറ് മുന്നോട്ട് നീങ്ങി. ഡീലി പ്ലാസയിലെ ടെക്സസ് ബുക്ക് ഡിപ്പോസിറ്ററി എന്ന കെട്ടിടത്തിന് മുന്നിലെത്തി. കെട്ടിടത്തിന്റെ 6-ാം നിലയിൽ നിന്ന് പൊടുന്നനെയാണ് ആ വെടിയുണ്ടകൾ പാഞ്ഞെത്തിയത്. സുരക്ഷാ കവചങ്ങളെല്ലാം ഭേദിച്ച് അതിലൊന്ന് പ്രസിഡന്റിന്റെ തൊണ്ടയിലൂടെ തുളച്ചുകയറി പുറത്തെത്തി. മറ്റൊന്ന് തലയിൽ തറച്ചു. ഇതോടെ അദ്ദേഹം പുറകിലേക്ക് മറിഞ്ഞു വീണു. ആളുകൾ പരക്കം പാഞ്ഞു. പ്രസിഡന്റിനെ വഹിച്ച് എമർജൻസി വാഹനം ആശുപത്രിയിലേക്ക് കുതിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ചുറുചുറുക്കുള്ള 46-ാം വയസ്സിൽ പ്രശസ്തിയുടെ നെറുകിൽ നിൽക്കുമ്പോൾ 35-ാമത് US പ്രസിഡന്റിന് ജീവൻ നഷ്ടമായി. അമേരിക്കയിൽ വെടിയേറ്റ് മരിക്കുന്ന ആദ്യ പ്രസിഡന്റ് അല്ല ജോൺ എഫ് കെന്നഡി. എബ്രഹാം ലിങ്കൺ, ജെയിംസ് ഗാർഫീൽഡ്, വില്യം മക്കിൻലി എന്നിവരുടെ കൊലപാതകങ്ങളും നാടിനെ നടുക്കിയതായിരുന്നു. പക്ഷേ ജോൺ എഫ് കെന്നഡിയുടെ മരണത്തിലെ ചില രാജ്യാന്തര പ്രസക്തിയും ദുരൂഹതകളും കോളിളക്കം സൃഷ്ടിച്ചു. അടങ്ങാത്ത വിവാദങ്ങളും ഊഹാപോഹങ്ങളും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം CIA വരെ വിരൽ ചൂണ്ടി നിന്നു. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ചുരുളഴിയാതെ കിടക്കുന്ന ആ രഹസ്യങ്ങളുടെ കെട്ടാണ് ട്രംപ് ഭരണകൂടം വീണ്ടും പൊടി തട്ടി പുറത്തേക്കിടുന്നത്. നിലവിൽ കെന്നഡി വധവുമായി ബന്ധപ്പെട്ട് ഏകദേശം 63,400 പേജുകളുള്ള 2,182 PDF രേഖകളാണ് US നാഷണൽ ആർക്കൈവ്സ് ആൻഡ് റെക്കോർഡ്സ് അഡ്മിനിസ്ട്രേഷന്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ട്രംപിന്റെ ആദ്യ ഭരണകാലയളവിലും കെന്നഡി വധത്തിലെ അവശേഷിക്കുന്ന രേഖകളെല്ലാം വെളിപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് രേഖകൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് CIA-യും FBI-യും സമ്മർദ്ദം ചെലുത്തിയതിനാൽ ഏകദേശം 2,800 രേഖകൾ മാത്രമാണ് അന്ന് പുറത്തുവിട്ടത്. 2023-ൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏകദേശം 17,000 രേഖകൾ കൂടി പുറത്തുവിട്ടിരുന്നു.